ലാസ്റ്റ് ടൈം കോളിൽ മുണ്ടിട്ടുണ്ടല്ലേ? ഓ ഇത് കാസർഗോഡ് മംഗലാപുരം, കർണാടക. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. ഞാൻ തന്നെയാണ്. നിങ്ങൾ വീണ്ടും ഹിന്ദു മതത്തിനെ ഏറി കയറ്റാൻ വന്ന ആളാണ്. പറഞ്ഞു. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. എന്താ പ്രശ്നം? ഇപ്പൊ എല്ലാ എനർജിന്റെ മെയിൻ സോഴ്സ് ആണ് ഇലക്ട്രിസിറ്റി. ഏത് എനർജി ഉണ്ടാവും. ഇപ്പൊ ഞാൻ നിങ്ങൾ എല്ലാം ഒരു പാർട്ട്. ഓക്കെ, അല്ലല്ല, എല്ലാ എനർജിയുടെയും സോഴ്സ് സൺ ആണെന്നോ? യെസ്, അതെ. അതെവിടെയുള്ള? ഏത് അങ്ങനെ എവിടെയുള്ള? എന്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. അങ്ങനെ സയൻസിലുള്ളത്. എവിടെ സയൻസില്? അല്ല, ഇപ്പൊ എന്താ ഇത് ഡൗട്ട് എന്താ ഈ സ്റ്റേറ്റ്മെന്റിൽ? ഫോർ എക്സാമ്പിൾ, അതായത് സണ്ണിന്നല്ലാതെ എനർജി ഉള്ള സ്ഥലങ്ങൾ വേറെ ഇല്ലേ? ഏതാ? ഇപ്പോ ന്യൂക്ലിയർ എനർജി സണ്ണാണോ? ഇപ്പൊ ന്യൂക്ലിയർ ആണ് പറഞ്ഞ. ഇപ്പൊ സണ്ണിലിരിക്കുന്ന എനർജി ഇതല്ലേ? ഹീലിയം ഇതാക്കി ന്യൂക്ലിയർ എനർജി അല്ലേ ഉണ്ടാവുന്നത് സണ്ണിൽ? നമ്മളിവിടെ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ന്യൂക്ലിയർ എനർജി ഉണ്ട്. അത് സണ്ണ് ഇരുട്ടത്താണേലും ഉണ്ടായിക്കൂടെ? ഏത് ന്യൂക്ലിയർ എനർജി? അല്ല, മെയിൻ സോഴ്സ് ഇപ്പൊ സണ്ണിൽ ഉണ്ടാകിയത്. ന്യൂക്ലിയർ എനർജിയിൽ എവിടെയാണ് സൺ സോഴ്സ് ആയിട്ട് വരുന്നത്? ഇപ്പൊ ഞാൻ പറയാ, ഒരു മിനിറ്റ്. നിങ്ങൾ ന്യൂക്ലിയർ എനർജിയിൽ സൺ എവിടെയാണ് സോഴ്സ് ആയിട്ട് വരുന്നത്? ഇപ്പൊ ഞാൻ ഫുള്ള് പറഞ്ഞ പിന്നെ ഇതങ്ങോട്ട് തീർക്കും, എന്നിട്ട് പോകും. നമ്മളിങ്ങനെ കാട് കയറാൻ പറ്റില്ല. അതാണ് നമ്മളിവിടെ കറണ്ട് ഉണ്ടാക്കുന്നു. കൂടംകുളം ആണവ നിലയം, അവിടെ കറണ്ട് ഉണ്ടാക്കുന്നു. ആ കറണ്ട് ഉണ്ടാക്കുന്നതിൽ സൂര്യൻ എന്താ പങ്ക്? മനസ്സിലാവല്ലേ? അല്ല, നിങ്ങൾ പറയുന്നത് ഓരോ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആക്കി പോ. നമ്മൾ അങ്ങനെ ഒരു 100 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് 100 ഒരുമിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. ഓരോ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആക്കിട്ട് പോ. അപ്പൊ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്നു? പിൻവലിക്കുന്നു.